അപ്പൊ നമ്മള് ഫസ്റ്റ് ലിസ്റ്റും ചേട്ടനെയൊക്കെ കണ്ട് സംസാരിക്കും, പടത്തിന്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവാണ്, ഇതിന് ഇങ്ങനെ ഒരു ആവശ്യങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടി ബിൻഡോ ചേട്ടൻ, ഷാരിസ് ചേട്ടൻ, ലിസ്റ്റിൻ ചേട്ടൻ, അമ്മ, ഞാനുണ്ട്. അപ്പൊ ഇവര് ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു. എന്നാ ആദ്യം ഒരു സൂചന തരണ്ടേ, ഇതൊന്നും പറയാതെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ പിന്നെ എന്താ മുടി വെട്ടല്ലേ? അപ്പൊ ഞാൻ ഞാനിപ്പോ പറയണ ചേട്ടാ അമ്മ ക്ലാസിക്കൽ ഡാൻസർ, അപ്പൊ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണെന്നൊന്നും പറയാണ്ട് ഫസ്റ്റ് ഡയലോഗ് ഇതായിരുന്നു, മുടി വെട്ടല്ലേ. അപ്പൊ ഞാനിങ്ങനെ എന്താണ്, ഞാൻ പറഞ്ഞു ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആണ്, ഞാൻ ഇത്ര 12 വർഷം മുടി വളർത്തിയതാണ്. അപ്പൊ അല്ല, നമ്മുടെ കഥാപാത്രത്തിന് എന്റെ ശരിക്കും എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്റെ സോൾ ഇങ്ങനെ ഔട്ടായി. That was like ഒരു ഭയങ്കര ഹൊറിബിൾ ഫീലിംഗ് ആയിരുന്നു. Then later I understood that for the character and I was ready. മുടി പിന്നെയും വളരുമല്ലോ. മുടി വെട്ടിയപ്പോ അത് കണ്ണാടി കാണുമ്പോ ഒരു ഭയങ്കര വിഷമായിരുന്നു. പക്ഷെ മൈ ഫാമിലി ഈസ് വെരി ഹാപ്പി ബിക്കോസ് ഞാൻ മുടിന്റെ എഡ്ജ് പോലും കട്ട് ചെയ്യാൻ വിടില്ല. എനിക്ക് ഒരു പോയിന്റിന് ലെങ്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ എഡ്ജ് പോലും ഞാൻ മാത്രം ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കി വെട്ടു, വേറെ ആരും കൂടെ തൊടിപ്പിക്കൂല. അങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്തപ്പം കുറച്ച് സങ്കടമായി. ഇപ്പോഴും സങ്കടമുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് കേട്ടോ. മറ്റേത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാ.